ഞങ്ങളുടെ ജാനിക്കുട്ടിക്ക് 1 വയസ്സായപ്പോൾ തൊട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ട ചോദ്യം ഇതാണ്: ജാനിക്കുട്ടി നടന്നു തുടങ്ങിയോ എന്നുള്ളത്. എനിക്ക് അവരോട് പറയാനുള്ളത്, ജാനിക്കുട്ടി പിടിച്ചു നടക്കാറായിട്ടുള്ളൂ, ഒറ്റയ്ക്ക് ഇതുവരെ നടന്നു തുടങ്ങിയിട്ടില്ല. പക്ഷെ അവൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഇനി എനിക്ക് സംസാരിക്കാനുള്ളത് അമ്മമാരോടാണ്. മറ്റുള്ളവർ പറയുന്നത് കേട്ട് നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഓരോ കുട്ടികളും ഡിഫറെൻ്റ് ആണ്. അവർ ഓരോ ടൈമിൽ അവരുടെ മൈൽ സ്റ്റോൺസ് എല്ലാം അച്ചീവ് ചെയ്യും. നമ്മൾ അവർക്ക് കുറച്ച് സാവകാശം കൊടുക്കണം. ഓരോന്നിനും ഓരോ സമയമുണ്ട്. ആ സമയം കഴിഞ്ഞിട്ടും അവർ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഡോക്ടറെ കാണേണ്ട ആവശ്യമുള്ളൂ. അതിനായിട്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ആവശ്യത്തിനുള്ള സപ്പോർട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ജാനി പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു വാക്കർ വാങ്ങിക്കില്ല എന്ന് ഞങ്ങൾ മുൻപേ തീരുമാനിച്ചിരുന്നു. പക്ഷേ അതിന് പകരമായിട്ട് ഞാൻ ചെയ്യുന്ന 5 കാര്യങ്ങളുണ്ട്. അത് ഞാൻ കാണിക്കാം. ആദ്യം ഞാൻ ചെയ്യുന്ന കാര്യം, ജാനിയെ ബെഡിൻ്റെ സൈഡിലായിട്ട് ഒരു എൻഡിൽ നിർത്തും, മറ്റേ എൻഡിലായിട്ട് ഞാൻ നിൽക്കും. എന്നിട്ട് ജാനിയെ വിളിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കൈകൊട്ടി അവളുടെ ശ്രദ്ധ അങ്ങോട്ട് മാറ്റും. അപ്പോൾ ജാനി പതുക്കെ പതുക്കെ എൻ്റെ അടുത്തേക്ക് നടന്ന് വരും. രണ്ടാമതായിട്ട് ജാനിയെ ഞാൻ പിടിച്ചു നടത്തിക്കും. ഇതെല്ലാം അധികം നേരം ചെയ്യിക്കില്ല കേട്ടോ. പക്ഷെ ഒരു ദിവസത്തിൽ 3-4 പ്രാവശ്യം ഇടയ്ക്കിടയ്ക്കായിട്ട് ഞാൻ ചെയ്യിക്കാറുണ്ട്. മൂന്നാമതായിട്ട് ജാനിയെ ഞാൻ പുറത്തിറക്കും. എന്നിട്ട് അവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, സ്റ്റാൻഡിന്മേൽ പിടിച്ചു നിർത്തിക്കും. പുറത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ജാനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ കുറേ അധികം നേരം ആ സ്റ്റാൻഡ് പിടിച്ച് അവൾ അവിടെ നിന്നോളും. നാലാമതായി ഇതുപോലൊരു ചെയറിൻ്റെ മുൻപിൽ ജാനിയെ നിർത്തും. എന്നിട്ട് എന്തെങ്കിലും അതുമേ വെക്കും. അപ്പോൾ ജാനി അതെടുക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. കൈയും കാലും ഒക്കെ അനക്കി അതിനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അഞ്ചാമതായിട്ട് ഈ ബോട്ടിൽ വെച്ചിട്ടുള്ള പരിപാടിയാണ്. ഇതിനു മുൻപും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ജാനി പെട്ടെന്ന് നിൽക്കാൻ തന്നെ കാരണം ഈ ബോട്ടിലാണ്. നമ്മൾ അവരോട് സംസാരിച്ച് കൂടെ തന്നെ ഉണ്ടായാൽ മതി.